ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർക്കും നരയുള്ളവർക്കും അതേപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും താരൻ പോവാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞുണ്ണിയാണ്. കഞ്ഞുണ്ണി എടുക്കുമ്പോൾ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കഞ്ഞിക്കൂർക്കലാണ്, പനിക്കൂർക്ക എന്നും പറയും. ഇത് നമ്മുടെ തുമ്മൽ അതേപോലെ തന്നെ നീരിറക്കമൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഇലയും കൂടി ഇട്ടിട്ട് എണ്ണ കാച്ചുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആര്യവേപ്പാണ്. അപ്പോൾ നമ്മുടെ താരനൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ആര്യവേപ്പ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഒരു ആര്യവേപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 4 തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ബ്ലൂ കളറിലുള്ള ആ ഒരു നീരൊക്കെ ഒഴിവാക്കിയതാണ്. പിന്നെ ഞാൻ കുറച്ച് മൈലാഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തുളസിയാണ്. തുളസി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേൻ ശല്യം അതേപോലെ തന്നെ താരനൊക്കെ കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കറ്റാർവാഴയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കറ്റാർവാഴ വേണമെങ്കിൽ നമുക്ക് ചതച്ചെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ടും ഇടാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇടുമ്പം നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരുപാട് എണ്ണ തെറിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കറ്റാർവാഴ കട്ട് ചെയ്ത് വെക്കുന്നത്. കറ്റാർവാഴ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊന്നും കൂട്ടുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എണ്ണ കാച്ചുമ്പം എത്ര കറിവേപ്പില ഇട്ടാലും ഒരു ദോഷവും ഇല്ല. നമ്മുടെ മുടിക്കൊക്കെ എത്രയോ നല്ലതാണ് ഈ ഒരു കറിവേപ്പില. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കറ്റാർവാഴ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ്. അപ്പോൾ നമ്മൾ എണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എണ്ണയിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ളത് എണ്ണയാണ്. അപ്പോൾ ഞാൻ ആ ഒരു എണ്ണയിലാണ് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 ലിറ്റർ എണ്ണ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇരുമ്പ് ചട്ടിയാണ്. അപ്പോൾ എണ്ണ കാച്ചുമ്പം കുറച്ച് വലിയ കട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കരിഞ്ജീരകമാണ്. അപ്പം നമുക്ക് കുറച്ച് കരിഞ്ജീരകം ചതച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നീരിറക്ക പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കറ്റാർവാഴയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കറ്റാർവാഴയാണ് കുറച്ചധികം നേരം നമ്മൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റിൽ കുറച്ച് കറ്റാർവാഴ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്.
അപ്പം കറ്റാർവാഴയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ നന്നായിട്ട് ഈ ഒരു ഇലകളൊക്കെ ഒന്ന് ക്രിസ്പിയായി വരുന്നവരെ നമുക്ക് ഈ ഒരു എണ്ണ തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ 24 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലൊരു കോട്ടൺ മുണ്ടെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ എണ്ണ കാച്ചിയെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് അടച്ചു വെക്കുകയാണ്. നമുക്ക് ഇത് 1 വർഷം വരെയൊക്കെ ഉപയോഗിക്കാനുള്ള എണ്ണ ഉണ്ട്. അപ്പോൾ നല്ലൊരു കളറൊക്കെയാണ് ഈ ഒരു കാച്ചിയ എണ്ണക്ക് കിട്ടിയിട്ടുള്ളത്. എന്നപ്പം മുടി തഴച്ച് വളരാനും അതേപോലെ തന്നെ താരം പോവാനും മുടിക്ക് നല്ല കറുപ്പിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ എണ്ണ കാച്ചി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.